ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മേഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സോയ ചങ്ക്സ് കൊണ്ടുള്ള ബിരിയാണിയാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് സോയ ചങ്ക്സ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് 2 മണിക്കൂർ മാറ്റി വെക്കണം. സോയ ചങ്ക്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതെടുത്ത് നോക്കാം. ഇത് കാണുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സോയ ചങ്ക്സ്. ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞു മാറ്റണം. നല്ല വെള്ളത്തിൽ പിഴിഞ്ഞ അതിലെ വെള്ളമെല്ലാം കളയണം. ഇപ്പോൾ സോയ ചങ്ക്സ് ഒക്കെ ഒട്ടും വെള്ളമില്ലാതെ നല്ലപോലെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ സോയ ചങ്ക്സ് ഒരു ചോപ്പിംഗ് ബോളിൽ വെച്ചിട്ട് 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്ന സോയ ചങ്ക്സ് കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾ തീരെ ചെറിയ സോയ ചങ്ക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സോയ ചങ്ക്സിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടിയും ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വെക്കണം. ബിരിയാണിക്ക് ആവശ്യമുള്ള അരിയാണിത്. ഞാൻ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. 2.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml കപ്പാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കണം. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഇങ്ങനെ 10-15 മിനിറ്റ് കുതിർത്തിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കും ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റി വെക്കാം. സോയ ചങ്ക്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് സോയ ചങ്ക്സ് വീതം ഇട്ട് പല ബാച്ചായിട്ട് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ സോയ ചങ്ക്സ് 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. കൂടുതൽ കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. ഈ പാകത്തിന് കോരിയെടുക്കണം. സോയ ചങ്ക്സിന്റെ പുറമൊന്ന് ക്രിസ്പിയായി ഒരു ബ്രൗൺ കളറായി വരും. അതാണ് ഇതിന്റെ പാകം. ബാക്കിയുള്ള സോയ ചങ്ക്സും ഇതുപോലെ ഇട്ട് നമുക്ക് വറുത്തെടുക്കണം. ഇപ്പോൾ എല്ലാ സോയ ചങ്ക്സും നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞ് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി സോയ ചങ്ക്സ് മസാലക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, സവാള നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത്. ഞാനിവിടെ 2 കപ്പ് സവാളയാണ് എടുത്തിരിക്കുന്നത്. മല്ലിയില അരിഞ്ഞത്, പുതിനയില അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, തക്കാളി 4 എണ്ണം. അത് മീഡിയം സൈസിലുള്ള 4 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ ജീരകം, പട്ട, കറയമ്പ്, ഏലക്ക, ആവശ്യത്തിന് നെയ്യ്. തക്കാളി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. തേങ്ങാപ്പാൽ ഞാനിവിടെ 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. ഞാനിവിടെ ഫ്രഷ് തേങ്ങാപ്പീര മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടാണ് ഈ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക് പാൻ ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇടുമ്പോഴത്തേക്ക് നമ്മളൊന്ന് കൈ കൊണ്ട് ഇതുപോലെ വിടർത്തി ഇട്ട് കൊടുക്കണമെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാളയിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റാം.
ഇങ്ങനെ ഉപ്പുപൊടി ചേർക്കുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള ഒരു 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. ഇപ്പോൾ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും തൂകി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാല എല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മൂടി കുക്ക് ചെയ്യാം. ഇടയ്ക്ക് മൂടി മാറ്റി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സോയ ചങ്ക്സിലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. മസാലയൊക്കെ സോയ ചങ്ക്സിൽ പിടിച്ചിട്ടുണ്ട്. ഈ പാകമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കൂടുതൽ ഡ്രൈ ആയി പോകണ്ട. കൂടുതൽ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈസ് ഇടുമ്പോഴത്തേക്കും റൈസ് കൂടുതൽ ഡ്രൈ ആയി പോകും. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് മസാല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ചൂട് കട്ടിയുള്ള ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുരുമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പ്, വലിയ ജീരകം ചേർത്ത് നല്ലതുപോലെ പൊട്ടിക്കണം. ഇത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അരി ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ അരി എടുത്തതിന്റെ ഇരട്ടി വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അരിയിലെ വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ഒന്ന് മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് മൂടി മാറ്റി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അരിയിലെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ കാണുന്ന പോലെ നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ചോറൊന്ന് പതുക്കെ കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് മസാല അതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ളൊരു പഴയ നോൺ സ്റ്റിക്ക് പാനോ ചപ്പാത്തി പാനോ വെച്ചതിന് ശേഷം അതിന്റെ പുറത്തേക്ക് ബിരിയാണി ചെമ്പ് വെച്ച് കുറച്ച് സമയം മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പാൻ തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല മസാലയുടെയും തേങ്ങാപ്പാലിന്റെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ ശക്തിയിലൊന്നും ഇളക്കണ്ട. ചോറ് പെട്ടെന്ന് ഉടഞ്ഞു പോകും. വേണമെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അവസാനം ഇതിന്റെ പുറത്തേക്ക് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കശുവണ്ടിയും കിസ്മിസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് വറുത്തിടാം. അവസാനം ഇതിന്റെ പുറത്തേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കൊതിയൂറും സോയ ചങ്ക്സ് ബിരിയാണി റെഡി ആയി കഴിഞ്ഞ് ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ബിരിയാണി നമുക്ക് സാലഡ്, പിക്കിള്,
ചമ്മന്തി, പപ്പടം ഇവയെല്ലാം കൂട്ടി കഴിക്കാവുന്നതാണ്. സാലഡിന്റെയും പിക്കിളിന്റെയും ചമ്മന്തിയുടെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങളത് കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.